നമസ്കാരം സാക്ഷിയുടെ പ്രേക്ഷകരെ, ഇത് പുലിയോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഇന്ന് ഒരു ഷോർട്ട് ഫിലിമിന്റെ പൂജാവേളയാണ് നടക്കുന്നത്. നവാഗത സംവിധായകനായ അനസ് കടന്നൂർ സംവിധാനം ചെയ്യുന്ന 20ാമത്തെ ഷോർട്ട് ഫിലിം ഖനനം, അവൾ എന്ന ഷോർട്ട് ഫിലിമുകളുടെ വൻ വിജയത്തിന് ശേഷം നസീർ മൊഞ്ചത്തി കഥ എഴുതി അനസ് സംവിധാനം ചെയ്യുന്ന ഞാനും പ്രവാസി എന്ന ഹ്രസ്വചിത്രത്തിന്റെ പുരോഗമനമാണ് ഇവിടെ, പൂജാവേളയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പ്രവാസ ലോകത്ത് കിടന്ന് ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഒരു കഥയെ ആസ്പദമാക്കിയാണ് നമ്മുടെ നസീർ മൊഞ്ചത്തി കഥ എഴുതി നവാഗത സംവിധായകനായ ശ്രീ അനസ് കടന്നൂർ സംവിധാനം ചെയ്യുന്ന ഞാനും പ്രവാസി എന്ന ഈ ഷോർട്ട് ഫിലിം. അപ്പം ശ്രീ നസീർ മൊഞ്ചത്തിയോട് തന്നെ നമുക്ക് ഇതിനെപ്പറ്റി ചോദിക്കാം. എന്താണ് ഇങ്ങനെ ഒരു കഥയുടെ ഒരു ആശയം? പ്രവാസ ലോകത്ത് നിന്ന് അങ്ങനെ ഒരു കഥ, അതിന്റെ ഒരു ആശയം ഉൾക്കൊണ്ട് എങ്ങനെയാണത് എന്ന് പറയാമോ? എന്റെ കുറെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. ഒരു 10-14 വർഷം പ്രവാസ ജീവിതം നയിച്ച ആളായിരുന്നു. അത് ആദ്യം മുതൽ തന്നെ ഞാൻ ചിന്തിച്ചു തുടങ്ങിയതാണ്. 2-3 വർഷം ആദ്യം നിന്ന് പിന്നെ വീണ്ടും വരികയുണ്ടായി, പിന്നീടും പോവുകയുണ്ടായി. അതിനുശേഷം ഇപ്പം ഞാൻ അടുത്ത സമയത്ത് ഒന്നുകൂടി പോവുകയുണ്ടായി. അപ്പോഴത്തെ എനിക്കൊരു ആഗ്രഹം, ഇതിനെക്കുറിച്ച് പ്രവാസികളെ കുറിച്ചൊരു കഥ എഴുതിയാലെന്നാല് ആഗ്രഹം. അങ്ങനെയാണ് ഈ കഥ എഴുതിയത്. എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടായിരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തും. നവാഗത സംവിധായകനായ അനസ് കടന്നൂറിന്റെ 20ാമത്തെ ഷോർട്ട് ഫിലിമാണ് ഇവിടെ പുരോഗമിക്കുന്നത്. ഖനനം എന്ന ഷോർട്ട് ഫിലിമും അവൾ എന്ന ഷോർട്ട് ഫിലിമിന്റെയും വൻ വിജയത്തിന് ശേഷം ഞാനും പ്രവാസി എന്ന ഒരു ഷോർട്ട് ഫിലിമിന്റെ പൂജാവേള പുലിയോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ പുരോഗമിക്കുന്നു. നമ്മുടെ ഈ അവൾ ഷോർട്ട് ഫിലിമിന്റെ ഒരു കവിത എഴുതിയ ഒരു പ്രവാസിയും അതിൽ വളരെ ഹിറ്റായി മാറിയ ഒരു കവിത ഉണ്ടായിരുന്നു. സുജൻ സാറിനോട് നമുക്ക് ഈ പുതിയ ഷോർട്ട് ഫിലിമിനെ കുറിച്ച്, ഇതിനകത്ത് എന്തെങ്കിലും കവിത, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? എല്ലാവർക്കും നമസ്കാരം. അവൾ എന്ന ഷോർട്ട് ഫിലിമിന്റെ മികച്ച വിജയത്തിന് ശേഷം ശ്രീ അനസ് കടന്നൂർ ഒരുക്കുന്ന പുതിയ ഷോർട്ട് ഫിലിം ഞാനും പ്രവാസി. ഇതുപോലെ തന്നെ ഞാനും ഒരു പ്രവാസിയാണ്. അതുകൊണ്ട് തന്നെ പ്രവാസ ലോകത്തെ
ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അതുപോലെ തന്നെ അവരനുഭവിക്കുന്ന മാനസിക വ്യതകളും കുടുംബത്തോടൊപ്പം നിൽക്കാൻ കഴിയാത്തതിന്റെ വേദനകളും നാടിന്റെ നന്മകളും മനസ്സിൽ പേറി നടക്കുന്ന പ്രവാസികൾക്ക് അവസാനം ഒറ്റപ്പെട്ടു പോയി. ഒറ്റപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ അതാണ് ഈ കഥയിലും പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു കവിത എഴുതാൻ എനിക്ക് ഭാഗ്യം ലഭിക്കുകയുണ്ടായി. എന്തായാലും നമ്മുടെ പ്രവാസികൾ അനുഭവിക്കുന്ന മാനസിക വ്യതകളും എല്ലാം ആ കവിതയിൽ ഉൾക്കൊള്ളിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കും. അപ്പോൾ ഇതിനെല്ലാവരുടെയും സപ്പോർട്ടും സഹായ സഹകരണവും ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായി പറയുകയാണ്. അതിലുപരിയായിട്ട് അവൾ എന്ന ഷോർട്ട് ഫിലിമിന് ഞങ്ങൾ നൽകിയ ആ പ്രോത്സാഹനം തുടർന്നുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. നന്ദി. അപ്പൊ ഇതിന് നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ നവാഗത സംവിധായകനായ ചടയമംഗലത്തിന്റെ സ്വന്തം അനസ് കടന്നൂറിനോട് നമുക്ക് ചോദിക്കാം. ഈ പുതിയ കഥയെക്കുറിച്ച് എങ്ങനെയാണ്, ഞാനും പ്രവാസി എന്ന ഒരു ആശയം എങ്ങനെയാണ്? നവാഗത സംവിധായകനല്ല, 20ാമത്തെ ഷോർട്ട് ഫിലിമാണ്. എന്നാലും കഥ ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ അപ്പോൾ നമുക്കുള്ള ഈ ടീമിന്റെ 3ാമത്തെ വർക്കാണ്. ഇപ്പം നിലവിലുള്ള ഈ ടീമിന്റെ 3ാമത്തെ വർക്കാണ്. ഫസ്റ്റ് ഖനനം, 2ാമത് അവളൊരു വൻ വിജയമായിരുന്നു. പിന്നെ ഇതൊരു ക്യാമറ വർക്കൊന്നും അല്ല, ഒരു ഫോണിൽ തന്നെ റെക്കോർഡ് ചെയ്തതായതുകൊണ്ട് അതിൻ്റെതായ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് തീർച്ചയായും യാദൃശ്ചികമാണ്. അവൾ എന്ന ഷോർട്ട് ഫിലിമില് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച നമ്മുടെ പാടെങ്കിലും റോളുണ്ടോ? അപ്പം നമ്മുടെ ആ പഴയ ഷോർട്ട് ഫിലിം അവൾ വളരെ ഹിറ്റായിരുന്നു. അതിനെക്കുറിച്ച് എന്താണ് മോളുടെ ഒരു അഭിപ്രായം?